എല്ലാ കൂട്ടുകാർക്കും ഹൈദരാബാദ് ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഹൈദരാബാദി സ്റ്റൈൽ റെസ്റ്റോറൻറ്റ് ചിക്കൻ ബിരിയാണിയാണ്. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സമയം വേണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ഇവിടെ റെസ്റ്റോറൻറ്റുകൾ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ബിരിയാണി വീട്ടിലുണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്, സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലല്ല. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാല അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. മല്ലിയില കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ പച്ചമുളക് അരച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ, നമ്മൾ നേരത്തെ സവോള വറുത്ത എണ്ണയാണ്, അത് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് ജാതിപത്രി അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 കഷ്ണം കറുവാപ്പട്ട ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് അതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇനിയും കുറച്ച് ഏലക്ക നമ്മൾ ചതച്ചെടുത്തത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 5-6 ഗ്രാമ്പു കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഷാദ്ര ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചതച്ച വെളുത്തുള്ളി 4-5 എണ്ണം അതുകൂടെ ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ മസാലയെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നല്ലതുപോലെ ഇത് ഒന്ന് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കണം. ഇത് കൈകൊണ്ട് തന്നെ വേണം ചെയ്യാൻ. ഒരു കാരണവശാലും സ്പൂണ് കൊണ്ട് തവി കൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല. കൈകൊണ്ട് നല്ലതുപോലെ മസാല ഇറച്ചിയിലേക്ക് പുരട്ടി കൊടുക്കണം. അത് കുറച്ച് സമയം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. 5-10 മിനിറ്റ് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി കൊടുക്കുകയാണെങ്കിൽ ആ മസാല നല്ലപോലെ പിടിക്കും, ഇറച്ചിക്ക് നല്ല ഫ്ലേവർ കിട്ടും, ബിരിയാണി നല്ല ബിരിയാണി ആയിരിക്കും. നല്ലതുപോലെ പുരട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ മസാലയെല്ലാം നല്ലതുപോലെ പുരട്ടി കൊടുത്തു. ഇനി ഇത് 1 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് ഇതിലേക്ക് ഇനിയും നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന നമ്മളുടെ സവോള ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. 1 നാരങ്ങയുടെ നീരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഇത് പുളിയില്ലാത്ത തൈരാണ്. 1 കപ്പ് തൈര് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നാരങ്ങാനീര് ചേർത്തു, തൈര് ചേർത്തു, അതുപോലെ തന്നെ നമ്മുടെ സവോള വറുത്തത് ഒന്ന് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇതുകൂടെ കൂട്ടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇവിടെ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തു. ഇനി ഇത് ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. നമ്മൾ ആദ്യം മസാലപ്പൊടി ചേർത്ത് 1 മണിക്കൂർ വെച്ചു. അതിനുശേഷം വീണ്ടും നമ്മൾ തൈരും സവോളയും നാരങ്ങാതിരും കൂടി ചേർത്ത് ഇളക്കി വെച്ചിരിക്കുകയാണ്. ഇതൊരു അരമണിക്കൂർ ഇരിക്കട്ടെ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ചോറ് അരി വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ബേ ലീഫ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഷാദ്ര ജീര അതുകൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് നാരങ്ങാനീരൂടെ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ചോറ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് വെള്ളം നല്ലതുപോലെ തിളച്ച് വരട്ടെ. തിളച്ച് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ബസ്മതി റൈസ് ഇനി നമുക്ക് ഈ ഇറച്ചിയിലേക്ക് തിളപ്പിച്ച 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമ്മുടെ ചോറ് ഇട്ടിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഈ ഇറച്ചിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് വെന്ത് വന്ന ചോറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 5 മിനിറ്റേ ആയിട്ടുള്ളൂ. അതാണ് ഫസ്റ്റ് ലെയർ. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയർ ഇട്ട് കൊടുത്തു. ഏകദേശം ഒരു 40% വെന്ത ചോറ് നമ്മൾ രണ്ടാമത്തെ ലെയറായിട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ ഇട്ട് കൊടുക്കണം. മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 50% വെന്ത ചോറ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് മൂന്നാമത്തെ ലെയർ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയർ ഏകദേശം ഒരു 10% കുക്കായപ്പോൾ ഇട്ട് കൊടുത്തു. രണ്ടാമത്തേതൊരു 40% കുക്കായപ്പോൾ ഇട്ട് കൊടുത്തു. മൂന്നാമത്തെ ലെയർ നമ്മളൊരു 50%, അതായത് ചോറിൻ്റെ പകുതി വേവിലാണ് മൂന്നാമത്തെ ലെയർ ഇട്ട് കൊടുക്കുന്നത്. അത് ശ്രദ്ധിക്കണം. ഇനി ചെറുതായിട്ടൊന്ന് ചോറൊന്ന് നിരത്തി കൊടുക്കണം. ചോറൊന്ന് നിരത്തി ലെവൽ ചെയ്ത് കൊടുക്കുക. ചോറ് നിരത്തി കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു 100 ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് മഞ്ഞൾ പൊടി പാലിൽ കലക്കി വെച്ചിരുന്നതാണ്. ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ ചേർക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂ പാലിൽ കലക്കി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ല ഫ്ലേവർ കിട്ടുന്നത്. ഇവിടെയൊക്കെ ഹൈദരാബാദ് ബിരിയാണിയിലൊക്കെ കുങ്കുമപ്പൂ പാലിൽ കലക്കിയാണ് ചേർക്കുന്നത്. അതാണ് അതിൻ്റെ നല്ല ഫ്ലേവർ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് വറുത്ത് വെച്ച കുറച്ച് സവോള കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബിരിയാണി പാത്രം നമ്മൾ അടച്ചു വെച്ചു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെയിറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ചോറ് വെന്ത വെള്ളം, നമ്മുടെ കഞ്ഞിവെള്ളം വെച്ച പാത്രം വെച്ച് കൊടുത്തു. വെയിറ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും നല്ല വെയിറ്റ് വെച്ച് കൊടുക്കുക, ആവി വെളി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതൊരു തീ ഏറ്റവും കൂട്ടി വെച്ചൊരു 10 മിനിറ്റ് വെക്കുക. അതിന് ശേഷം തീ സിമ്മിലേക്ക് മാറ്റി ഒരു അരമണിക്കൂറോടെ വെക്കുക. അത് കഴിഞ്ഞ ശേഷം നമുക്കിത് തുറന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്.
ഇപ്പം ഞാൻ തീ കൂട്ടി വെച്ചു. ഇനി നമുക്കൊരു 10 മിനിറ്റ് കഴിയട്ടെ. അപ്പോൾ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ സിമ്മിൽ വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ വെച്ചായിരുന്നു. ഇനി നമുക്കത് ബിരിയാണി റെഡിയായോ ഇല്ലയോ എന്നിങ്ങനെ നോക്കാം. ഓക്കെ, നല്ലതുപോലെ ആവി കയറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഇളക്കിയിടണം. നമുക്ക് സൈഡിൽ നിന്നൊന്ന് ഇളക്കി നോക്കാം വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ ചോറ് നല്ല രീതിയിലായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ മസാല ഉള്ള റൈസാണ് ആദ്യം ഇടുന്നത്. അതിനുശേഷം നമ്മളുടെ ചിക്കൻ പീസ്, അതുപോലെ തന്നെ മസാല കുറവുള്ള ചോറ്. എപ്പോഴും ഇളക്കി വേണം ഇതിൻ്റെ മസാല എടുക്കാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ഹൈദരാബാദി സ്റ്റൈൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കഴിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇത് ചോറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നല്ല ഇതായിട്ട് തന്നെ വെന്ത് പോയിട്ടില്ല. നല്ല ഇതായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള പപ്പടം ഉണ്ട് നമ്മുടെ കൂടെ. പിന്നെ നമുക്കുള്ളത് മോരുണ്ട്, സ്പെഷ്യൽ മോരാണ്, അടിപൊളി മോരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സവാളയും നാരങ്ങയുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വെന്ത് വന്നിരിക്കുന്നത്. നല്ല ജ്യൂസി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ആദ്യം ഈ ചോറൊന്ന് നോക്കട്ടെ. ചോറ് മാത്രം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ചോറ് മാത്രം വെറുതെ. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല ഫ്ലേവറാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് മോരൊഴിച്ച് ഒന്ന് കഴിച്ച് നോക്കാം. ചിക്കൻ പീസ് ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ്. കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം സ്പൈസിയാണ്. ഹൈദരാബാദ് ബിരിയാണി കുറച്ച് സ്പൈസിയാണ്. അതേ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബിരിയാണി നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം. കുറച്ച് സമയം എടുക്കും ഉണ്ടാക്കാൻ. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഉണ്ടാക്കിയത്, വളരെ പെട്ടെന്നല്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി കഴിച്ചു നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളിയായിട്ടുള്ള ഒരു ഹൈദരാബാദി സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.